ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടുതലായിട്ടും ഹോസ്റ്റലേഴ്സിനും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഹെയർ കെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ലേ. ചിലപ്പോൾ ജോലിന്റെ തിരക്ക് കാരണമായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ നമുക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെയർ കെയറിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ ഈ ഒരു ഹെയർ കെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് ഓയിൽ ഉപയോഗിക്കുന്നത്, ഏത് കാച്ചിയ ഓയിലോ എന്ത് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളൊരു ഹെയർ കെയർ നിങ്ങൾക്ക് കുറെ ടൈം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ആളുകളാണെങ്കിൽ എന്തായാലും മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ ഇൻവേർഷൻ മെത്തേഡിൽ തന്നെ മസാജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ അതിന്റെ മുന്നേ 2 ദിവസം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, 2 രീതി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു 2 രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ മുടി കൊഴിയുന്ന പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബേബി ഹെയർസ് കുറച്ച് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ എന്ത് പാക്ക് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ എഫക്റ്റീവ് ആണ് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഐക്കാർഡിൽ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾ അത് കണ്ടു നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, കയറി ഒന്ന് കണ്ടു നോക്കുക. അടുത്ത പ്രശ്നം വന്നത് താരം വരുന്നത്. നമ്മൾ ഈ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് താരം വരുന്നത് കുറച്ച് കൂടുതലായിരിക്കും. കൂടുതൽ എന്നിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരാളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കും. നമ്മളൊരു സാഹചര്യം അങ്ങനെ അതിനെക്കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കുറെ ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നതിനെ കൊണ്ട് ഈ താരം സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കൊരു 1 വീക്ക് തന്നെ വേണ്ട താരം അങ്ങോട്ടും കൂടി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി. നമുക്കൊന്ന് വന്നു കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ കോമ്പ്, അതുപോലെ തന്നെ നിങ്ങളെ പില്ലോ കവർ അതൊക്കെ നടക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്കാൻ നോക്കുക. അതേപോലെ തന്നെ വേറെ ആളത് മാറി മാറി ഉപയോഗിക്കുന്നത്. ഓൾറെഡി താരനുള്ള ആളത് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാതെ നിൽക്കുക. അതായത് കോമ്പാണെങ്കിലും ഇനി തോർത്തുന്ന തുണിയാണെങ്കിലും എന്തെന്നെ ആയിക്കോട്ടെ ഹെയറിന് ആ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഹെയറിലേക്ക് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിക്കുക. ഈ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് തിരഞ്ഞെടുക്കുമ്പോൾ ആപ്പിൾ സൈഡർ വിനെഗർ ഉള്ള ഷാമ്പൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു താരനുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കി എടുക്കാൻ വേണ്ടി കഴിയും. ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. അതുപോലെ പിന്നെ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണോ, സെയിം ബ്രാൻഡിന്റെ യൂസ് ചെയ്യണോ, ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പൊ നിങ്ങൾ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള പാക്ക് ഉണ്ടാവും. അതിന്റെ ചണ്ടിയൊന്നും നമ്മൾ ഒഴിവാക്കാത്ത ലെവലിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡ്രൈ ആക്കുന്ന പാക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷാമ്പൂ അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ അല്ല കുറച്ച് സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂ മാത്രമാണ്, പുറത്തൊക്കെ പോകണമെങ്കിൽ ഷാമ്പൂ മാത്രം യൂസ് ചെയ്തത് കണ്ടീഷണർ ഉപയോഗിക്കണം എന്നില്ല. ഓൾറെഡി ഒരു സ്മൂത്ത് എഫക്ട് നമ്മൾ ആ ഒരു പാക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കണ്ടീഷണർ പോർഷൻ സ്കിപ്പ് ചെയ്യുക. പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടീഷണറിൽ നമ്മളൊരു ടൈം പറഞ്ഞിട്ടുണ്ടാവും. അവർ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ അവർ ആ ടൈം പറഞ്ഞിട്ട് എത്ര ടൈം അത് യൂസ് ചെയ്യണം, ആ ഒരു ടൈം മാത്രം അത് ഉപയോഗിക്കുക. അത് നോർമൽ ആയിട്ട് ഹെയർ കെയർ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇനിയിപ്പോൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ശ്രദ്ധിക്കുക. ഇതിനിപ്പോൾ ഒരു ബ്രാൻഡ് വാങ്ങിക്കണം എന്നില്ല, നമ്മൾ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഷാമ്പൂ കണ്ടീഷണർ നിങ്ങളെ ഹെയറിന് കുറച്ചും കൂടി സൂട്ട് ആവുന്ന ഏതാச்சுം നോക്കിയിട്ട് അത് വാങ്ങിച്ചു വെക്കുക. അതാണ് കുറച്ചും കൂടി ബെറ്റർ. ഇപ്പൊ നമ്മൾ പറയും സെയിം ബ്രാൻഡ് തന്നെ അല്ലെങ്കിൽ സെയിം കമ്പനി തന്നെ ഉപയോഗിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സെയിം കണ്ടീഷണർ നമുക്ക് ഇതുവരെ എന്റെ അറിവിലൊന്നും വന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. അപ്പൊ കൂടുതൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തായാലും വേറെ ഏതെങ്കിലും ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം ഈ ഒരു കണ്ടീഷണർ ഷാമ്പൂന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്ലോറിൻ വെള്ളം അല്ലെങ്കിൽ ബോർവെൽ വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ കൂടുതലായിട്ടും ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും ചില സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വെള്ളം കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഈ ഒരു രീതിയിലാണെങ്കിൽ ക്ലോറിൻ വാട്ടറേക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പോസിബിൾ ആയിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ നിങ്ങൾ എന്നാണ് ഈ ഒരു പാക്ക് ഒക്കെ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോർമലായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളൊരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു വെക്കുക. ഒരു മിനറൽ ബോട്ടിൽ നല്ലത് നോർമൽ ആയിട്ടുള്ള വാട്ടർ എവിടെയും കിട്ടുകയാണെങ്കിൽ ആ ഒരു മിനറൽ ബോട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് അത്രയും ഒരു പ്രശ്നം വരില്ല. ഈ ഒരു ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുന്നതിനെക്കാട്ടും ആ ഒരു രീതിയിലുള്ള പ്രശ്നം ഈ മുടിക്ക് വരില്ല. അപ്പൊ നിങ്ങൾ ഇതുവരെ അത് ചിന്തിക്കാതെ ചിലപ്പോൾ ചിന്തിച്ചിട്ട് ചിലപ്പോൾ കിട്ടായിരിക്കും. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യമാണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളൊരു പാക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്പൊ നമ്മൾ ഈ ഒരു ക്ലോറിൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പാക്ക് കാര്യങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് പാക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോറിൻ വെള്ളത്തിന് അത്ര ഒരു എഫക്ട് നമ്മളെ മുടിയുടെ മുകളിലേക്ക് ഉണ്ടാവില്ല. അത് തന്നെ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് കൂടുതൽ ചെയ്യുമ്പോൾ ഈ ഒരു ക്ലോറിന്റെ എഫക്ട് നമുക്ക് അത്ര കിട്ടൂല. അപ്പം ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവരെ നമ്മൾ ബോട്ടിൽ വെള്ളം വാങ്ങി വെക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഈ ക്ലോറിൻ വാട്ടർ തന്നെ കൂടുതലായിട്ട് മുടി കൊഴിയുന്ന ഒരു പ്രശ്നം അതുപോലെ തന്നെ നര വരുന്ന പോലത്തെ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി സൂട്ട് ആവുക ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. പറ്റുന്നവർ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാച്ചി എണ്ണ കേക്ക് ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഈ ഒരു സാധനം തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഉണ്ടാക്കി എടുക്കാനുള്ള ചിലപ്പോൾ ടൈം നമുക്ക് കിട്ടൂല. അതായത് ചിലപ്പം പെട്ടെന്ന് പോകേണ്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിലേക്ക് തന്നെ നമ്മൾ ചിലപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴേക്കും ഈ ഒരു സംഭവം തീർന്നിട്ടുണ്ട്. അങ്ങനെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരു 100 ml എടുക്കുക. 100 ml പറഞ്ഞാൽ നമ്മളെ പാരച്യൂട്ടിന്റെ കുഞ്ഞു ബോട്ടിലില്ലേ, എത്ര 10 20 ആണെങ്കിൽ കറക്റ്റ് അല്ല, ആ ഒരു കുഞ്ഞു ബോട്ടിൽ ആ ഒരു ബോട്ടിലിന്റെ കണക്ക് നമ്മൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ എടുക്കുക. നിങ്ങൾ എന്താണെങ്കിലും എടുക്കുന്ന വെച്ചാൽ വെളിച്ചെണ്ണ എന്തെങ്കിലും മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക.
ചെയ്യുക. അതായത് നമ്മൾ കാച്ചിയ വെളിച്ചെണ്ണ തീർന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ചിലപ്പോൾ തീർന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സാധാ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ മുടി കൊഴിയുന്നുണ്ടോ. ഈ ഒരു പ്രശ്നം കുറച്ചും കൂടി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും ഈ രീതിയിലാണ്. നോർമൽ ഒരു വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് നെല്ലിക്കപ്പൊടി ഇല്ല, 2 സ്പൂൺ നെല്ലിക്കപ്പൊടി ഇടുക. അതുപോലെ തന്നെ 2 സ്പൂൺ ഉലുവപ്പൊടി കിട്ടുകയാണെങ്കിൽ ഇടുക. ഇതിട്ടിട്ട് ഒരു ദിവസം അങ്ങനെ വെക്കുക, അങ്ങനെ തന്നെ വെക്കുക. നമ്മൾ ചൂടാക്കുന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ കൂടുതൽ ദിവസം വെക്കരുത് പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ ചൂടാക്കി നമ്മളൊരു കാച്ചി വെളിച്ചെണ്ണ ആക്കി എടുക്കുന്ന പോലെയല്ല എടുക്കുന്നത്. നെല്ലിക്കപ്പൊടിയും ഇതേപോലെ തന്നെ നമ്മൾ ഈ ഉലുവപ്പൊടി ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഊറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്കടിയും ആ ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് മറ്റേത് ഇല്ലാത്തൊരു ടൈം ആണെങ്കിൽ ഈ ഒരു ഇതിൽ ചെയ്യാം, ഒരു ഓപ്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ, ഹെയർ ഫോൾ കാര്യങ്ങളൊന്നും അതിൽ കൂടെ ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചത്. ഈ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാക്ക് കാര്യങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ നിന്ന് ചെയ്യുന്ന ആളുകളെ പോലെയല്ല. നിങ്ങൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും പുറത്തൊക്കെ നിന്ന് പഠിക്കുന്ന ആളുകൾക്ക് നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റൂല. നമുക്ക് അറിയാം ചൂടാക്കാൻ പറ്റൂല. അതേപോലെ കുറെ നേരം വെച്ചിരിക്കാൻ പറ്റും, പക്ഷെ ചൂടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നടക്കൂല. പിന്നെ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ നിങ്ങൾക്ക് വാങ്ങി വെച്ചാൽ അത് പൗഡർ വാങ്ങി വെക്കാം. കുറച്ചും കൂടി ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് സാധനം വേണം. നെല്ലിക്കപ്പൊടി നല്ലതാണ്, അതുപോലെ തന്നെ ഉലുവപ്പൊടി, അതുപോലെ കരിഞ്ജീരകമൊക്കെ വാങ്ങി വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ്. കരിഞ്ജീരകത്തിന്റെ പ്രശ്നം നമുക്ക് അത് ചൂടാക്കേണ്ടി വരും, എന്നാലേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗം കിട്ടില്ല. അപ്പൊ നിങ്ങൾ മുരിങ്ങേന്റെ ഇലപ്പൊടി ഈ ഒരു കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കുക. അത് നിങ്ങൾക്ക് പാക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും, നല്ല റിസൾട്ട് കിട്ടുന്നത്. അതായത് നിങ്ങളൊരു ഓൾട്ടർനേറ്റീവ് ഡേയ്സോ അല്ലെങ്കിൽ 2 ദിവസം വിട്ടിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് വന്നതാണ്. നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, നിങ്ങൾക്ക് ചൂടുവെള്ളം കിട്ടുമല്ലോ, ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതേപോലെ ഉലുവപ്പൊടി ഇല്ലേ, ഉലുവപ്പൊടിയും നെല്ലിക്കപ്പൊടിയും കൂടെ ഇട്ട് വെക്കുക. അത്യാവശ്യം ഒരു പേസ്റ്റ് പോലെ, അതായത് കുതിർത്തി വെക്കണം എന്നല്ല, അത്യാവശ്യം ഒരു പേസ്റ്റ് പോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഒരു ഡേ അങ്ങനെ തന്നെ വെച്ചേക്കുക. അതായത് നിങ്ങൾ രാത്രി ഇട്ട് വെക്കുക, രാവിലെ ആയിട്ട് ഉപയോഗിക്കാൻ, പായ്ക്ക് വെക്കണം ടൈം വെക്കുമ്പോൾ ഉപയോഗിക്കാം. അങ്ങനെ വെച്ചതിന് ശേഷം അപ്പൊ നമുക്ക് വെച്ചാൽ കുറച്ച് നല്ല രീതിയിൽ അത് നമ്മളെ ആ ഒരു പാക്ക് ആയിട്ട് മിക്സ് ആയിട്ടുണ്ടോ, ഈ ഒരു പൊടി 2 പൊടി നല്ല രീതിയിൽ മിക്സ് ആയി. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹെയറിലാണെങ്കിലോ സ്കാൽപ്പിലാണെങ്കിലോ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഇത് പറഞ്ഞ പോലെ വാഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ നോർമൽ ആയിട്ട് തന്നെ ചെയ്തോളൂ. ഒരു പാക്ക് ഇടുമ്പോൾ അത്ര ഒരു പ്രശ്നം, ക്ലോറിൻ വാറിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അതിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളിത് ചെയ്യുമ്പോൾ വെച്ചാൽ കുറെ ടൈം വെച്ചേക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിന്റെ എഫക്ട് കിട്ടും. എന്താ കാരണം വെച്ചാൽ നമ്മളൊരു 1 ഡേ അങ്ങനെ തന്നെ വെച്ച്, 1 ഡേ അല്ല ഒരു നൈറ്റ് മൊത്തം അങ്ങനെ വെക്കുന്നതിനെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിലേക്ക് നമുക്ക് കിട്ടാനുള്ള എഫക്ട് മൊത്തം നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിക്കോളും. അപ്പൊ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനേ നമ്മളെ ഇടയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യം ഹെയർ ഗ്രോത്ത് ശ്രമിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഏകദേശം ഒന്ന് റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. നിങ്ങൾ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.